ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ചെയ്യുന്ന 3 മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ബേസിക്കലി 2 phase ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫൈൻഡിങ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് phase. സെക്കൻഡ് phase ഈസ് ഇൻവോൾവിങ് optimization of the initial basic feasible solution which is obtained in phase 1. അപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ദ phase 2. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന്. സോ ഇനീഷ്യൽ ബേസിക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ടോട്ടലി 3 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഈസ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡ്സിലാണ് നമുക്ക് ഇനീഷ്യൽ ബേസിക് സൊല്യൂഷൻ കണ്ടെത്താനാവുക. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ മുമ്പുള്ള ക്ലാസ്സസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് ആൻഡ് വി ഓൾ നോ ദാറ്റ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് phase ഇൻവോൾവ്സ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ phase 1. അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനീഷ്യൽ ബേസിക്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം, വി ഹാവ് എ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ അതിൽ റോസ് ആൻഡ് കോളംസ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ സപ്ലൈയും ഡിമാൻഡും എന്താണ്, നമ്മളത് ഈക്വൽ ആണോ നോക്കും. തൗസൻഡ് ആയിരിക്കും, ബിക്കോസ് ദിസ് ഇസ് എ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ മെത്തേഡ് വഴി നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യും സൊല്യൂഷൻ യൂസിങ് UV മെത്തേഡ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വഴി ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മളത് കണ്ടുപിടിക്കും. സോ അപ്പോൾ നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വഴി ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാം. അപ്പോൾ ആഫ്റ്റർ വി ഡു all the process we get 6 allocations ഉണ്ട്. the total 6 സെല്ലിലാണ് allocation വന്നിട്ടുള്ളത്. the total answer will be, total cost will be 3700. okay, that is our initial basic feasible solution using northwest corner method. Fine. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. ഈ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൈസേഷൻ യൂസിങ് UV മെത്തേഡ്. അപ്പോൾ നമ്മളിത് റീറൈറ്റ് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ റീറൈറ്റ് ചെയ്യും വിത്ത് ദി ഓൾ ദി അലൊക്കേഷൻസ്. അപ്പോൾ നമുക്ക് 6 സെൽസിൽ അലൊക്കേഷൻ വന്നിട്ടുണ്ട് ആസ് പെർ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അപ്പോൾ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷനാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിന് ഓരോ റോസിനും കോളംസിനും നമ്മൾ നെയിം ചെയ്യും. ദാറ്റ് ഈസ്, അങ്ങനെ നെയിം ചെയ്താലാണ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുക, അല്ലേ. അപ്പോൾ ഓരോ സെൽസ് ഉണ്ട്, അതിൽ നമ്മൾ U1, U2, U3 എന്ന് 3 റോസിനെ നെയിം ചെയ്യും. ഓക്കെ, അതുപോലെ 4 കോളംസും ഉണ്ട്, അല്ലേ. അപ്പോൾ ആ കോളംസിന് നമ്മൾ V1, V2, V3, V4 അങ്ങനെ നമ്മൾ 4 കോളത്തിനും നെയിംസ് കൊടുക്കും. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് വി ഹാവ് അനദർ കൈൻഡ് ഓഫ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ U1, U2, U3 ഈ വാല്യൂസൊക്കെ നമ്മൾ ഇനി ഒബ്റ്റെയിൻ ചെയ്യാനുണ്ട്. നമ്മളിനി ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ്സ് കോൾഡ് UI + VJ = CIJ. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ UI വാല്യൂ പ്ലസ് VJ വാല്യൂസ് വിൽ ഗീവ് CIJ. അതായത് നമ്മൾ U1 V1ൻ്റെയും വാല്യൂസ് നോക്കുകയാണെങ്കിൽ ആ സെല്ലിൽ ഏത് അലൊക്കേഷൻ ഉണ്ടോ ആ വാല്യൂ ആയിരിക്കും എന്ത്, CIJ. ഓക്കെ, അപ്പം നമുക്ക് ഈ വാല്യൂസൊക്കെ ഇത് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പം അലൊക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് നമ്മൾ ഈ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുക. UI + VJ = CIJ ഈ ഇക്വേഷൻ വഴി. നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് M + N - 1 = 6. ഓക്കെ, അതായത് M ഈസ് നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, 3 റോസ് ഉണ്ട്, ദാറ്റ് ഈസ് M. റോസിൻ്റെ നമ്പറാണ് M എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ N എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് കോളംസ്. അപ്പോൾ 3 റോസ് ഉണ്ട്, ദാറ്റ് ഈസ് M. 3 + N ഈസ് 4 നമ്പർ ഓഫ് കോളംസ് - 1 = 3 + 4 - 1 = 6. അപ്പോൾ നമുക്ക് എന്താണ് ആ അലൊക്കേഷൻ
ടോട്ടൽ നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽസും നമ്മുടെ ആ ഒരു ഒപ്റ്റിമാലിറ്റി കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ m + n - 1 = 6. അപ്പോൾ ഇവിടെ ഒരു ഡീജനറസി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല. ഓക്കെ നമ്മൾ ആദ്യം ചെയ്യാൻ പോവുക, ഈ u1ൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കും. ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ u1ൻ്റെ വാല്യൂ 0 ആയിട്ട് എടുക്കും. അതുപോലെ നമുക്ക് ആ u1ൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഓരോന്നിൻ്റെയും ഇനി അൺനോൺ ആയിട്ടുള്ള v1 v2 v3 v4 ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അലോക്കേറ്റഡ് ആയ സെല്ലിൽ മാത്രമാണ് എന്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ u1 0 ആണ്. u1 + v1 ആണെന്ത് ആ 3 എന്ന് പറഞ്ഞത് അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് Cij എന്നുള്ള വാല്യൂ ആണെന്ത് 3. അപ്പോൾ നമുക്ക് u1നോട് എന്ത് കൂട്ടിയാലാണ് 3 കിട്ടുക? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ആ ഒരു അലോക്കേറ്റഡ് സെൽ ആയതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 0 + 3 = 3. അപ്പോൾ നമുക്ക് v1ൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. ഓക്കെ, യൂസിങ് ദാറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് സെയിം തിങ് അടുത്ത അലൊക്കേഷനുള്ള സ്ഥലത്തേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് നമുക്ക് v2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, ബിക്കോസ് u1 0 ആണ്. u1 + v2 ആണ് Cij. ദാറ്റ് ഈസ് u1 + v2 = 1. ദാറ്റ് ഈസ് 0 + v2 = 1. അപ്പോൾ v2ൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. സിമിലർലി നമുക്കിനി അടുത്ത ഒബ്റ്റെയിൻ ചെയ്യാനുള്ളത് അലൊക്കേറ്റഡ് വാല്യൂ അല്ലേ. നമുക്കിനി ഉള്ള അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ u2ലാണല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയ ഒരു വാല്യൂസാണ് v1 ആൻഡ് v2. ഇനി നമുക്ക് അതുപോലെ ബാക്കിയുള്ള വാല്യൂസൊക്കെ ഈ ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ u2ൻ്റെ വാല്യൂ ആ ഒരുCijൻ്റെ വാല്യൂ 6 ആണ്. v2 നമുക്കറിയാം. അപ്പോൾ 6ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് u2ൻ്റെ വാല്യൂ. സോ u2 + v2 = 6. അപ്പോൾ u2ൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടും. സിമിലർലി വിൽ ഗോ ടു v3 അല്ലേ. v3യിൽ നിന്നും u2 5 ആണ്. u2 + v3 ആണ് 5. അപ്പോൾ 5 + എന്താണ് 5 + 0. അപ്പോൾ v3യുടെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. സിമിലർലി ഇനി അടുത്ത അലൊക്കേഷൻ വന്നിട്ടുണ്ടത് എവിടെയാണെന്ന് നോക്കുക. ഈ അലൊക്കേറ്റഡ് സെൽസിൽ മാത്രമാണ് എന്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ u3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് v3 0 അറിയാം. u3 + v3 ആണ് എന്ത് ആ സെല്ലിലെ അലൊക്കേഷൻ, ദാറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ u3യുടെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി u3 കിട്ടി. അതിലൂടെ നമ്മൾ v4 കണ്ടുപിടിക്കാം. u3 + v4 ആണ് എന്ത് 2 അല്ലേ ആ ഇക്വേഷൻ അനുസരിച്ച്. അപ്പോൾ 3 + സംതിങ് ഈസ് 2. അപ്പോൾ 3 + -1 = 2. അപ്പോൾ v4ൻ്റെ വാല്യൂ നമുക്ക് -1 ആയിട്ട് എടുക്കാം. ഓക്കെ, v4 = -1. ഇപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് കിട്ടിയില്ലേ. ഓക്കെ, വി ഹാവ് ഓൾ ദ വാല്യൂസ്. u1 = 0 ആൻഡ് വി ഹാവ് 6 അലൊക്കേഷൻസ്. ഇപ്പോൾ u2 = 5, u3 = 3. അങ്ങനെ എല്ലാത്തിൻ്റെയും അലൊക്കേഷൻ കിട്ടി. വിത്ത് ദാറ്റ് ഇക്വേഷൻ ui + vj. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, അലൊക്കേറ്റഡ് അല്ലാത്ത സെൽസിൽ ഇപ്പോൾ നമുക്ക് 6 അലൊക്കേറ്റഡ് സെൽസ് ഉണ്ട്. അല്ലാത്ത ഓരോ സെല്ലിനും നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അല്ലാത്ത ഓരോ സെല്ലിനെയും നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ബിക്കോസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തില്ലല്ലോ. ഇതാണ് ഇക്വേഷൻ. Pij ഓരോന്നിനും പെനാൽറ്റിയാണ് അല്ലേ. അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിൻ്റെ പെനാൽറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Pij = ui + vj - Cij. അതായത് നമ്മൾ ആ യുവിൻ്റെ വാല്യൂ വിൻ്റെ വാല്യൂ ആ കറസ്പോണ്ടിങ് സെല്ലിൻ്റെ യുവിൻ്റെ വാല്യൂയും വിൻ്റെ വാല്യൂന്നും ആ സെല്ലിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് പെനാൽറ്റി. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിൽ നിന്നും വി കുഡ് ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ വാല്യൂ. അപ്പം 7 ആണ് ഫസ്റ്റ് വൺ. 7 ഉള്ള സെല്ലിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് u1. ഓക്കെ, നമ്മൾ ആ ലൊക്കേഷൻ 7 ഉള്ള സെല്ലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C13 എന്നാണ്. ബിക്കോസ് ഫസ്റ്റ് റോ ദാറ്റ് ഈസ് 1 ആൻഡ് തേർഡ് കോളം ദാറ്റ് ഈസ് 3. C13ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വിത്ത് ദ സെയിം ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം അറിയാം. C13, C14 നമ്മൾ അടുത്ത എല്ലാം എഴുതി വെക്കുക. ബിക്കോസ് നമുക്ക് അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ സെല്ലിൻ്റെയും പൊസിഷൻ അനുസരിച്ച് അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി വരുന്നത് ആ 2 ഉള്ളതെന്ന് പറയുമ്പോൾ വി ഹാവ് C21. Okay, C21. Next one will be C24.
അതായത് സെക്കൻഡ് റോയിലെ 4th കോളം C24. ഓക്കെ, അതുപോലെ റിമൈനിങ് അൺഅലോക്കേറ്റഡ്, ദാറ്റ് ഈസ് C31. ഇനി വരുന്നത് നെക്സ്റ്റ് അലോക്കേഷൻ ഈസ് C32. ഓക്കെ, C32. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ പെനാൽറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് UI + VJ - CIJ, ഈ ഇക്വേഷൻ അനുസരിച്ച് ഓരോന്നിൻ്റെയും നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ C13 നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. C13 നമ്മൾ ചെയ്യുമ്പോൾ വിൽ ബി ലുക്കിംഗ് C13, ദാറ്റ് ഈസ് 7 ആണല്ലോ അതിൻ്റെ വാല്യൂ. അതിൻ്റെ CIJ വാല്യൂ ഈസ് 7. അപ്പോൾ യുവിൻ്റെ വാല്യൂ 0, വിൻ്റെ വാല്യൂ 0. ഓക്കെ, സോ വി സം 0 + 0. ഓക്കെ, അതിൽ CIJ വാല്യൂ 7 ആണ്. അപ്പോൾ 0 + 0 - 7 അങ്ങനെയാണ് എടുക്കാൻ. അപ്പോൾ 0 + 0 - 7 എന്താണ്? വാല്യൂ വിൽ ബി -7. ഇനി C14 നോക്കാം. C14 എന്ന് പറയുമ്പോൾ അതിൽ CIJ വാല്യൂ 4 ആണ്. U1ൻ്റെ വാല്യൂ 0യും V4ൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ നമ്മളത് ആദ്യം ആഡ് ചെയ്യാം. 0 - 1 മൈനസ് നമ്മൾ CIJ വാല്യൂ -4 = ഓക്കെ, നമുക്ക് അതിൻ്റെ വാല്യൂ -5 കിട്ടും. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള വാല്യൂസ് C21ൻ്റെ കാണാം. അങ്ങനെ ബാക്കിയുള്ള അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും വാല്യൂസ് നമ്മൾ സെയിം വേയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 5 + 3 - 2. We get 6. അതുപോലെ ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂസ് നമ്മൾ കാണാം. ഓക്കെ, ഈ വാല്യൂസിൽ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. അതിൽ 2 വാല്യൂസ് മാത്രം എന്താണ്, 2 പെനാൽറ്റീസ് മാത്രം എന്താണ്, പോസിറ്റീവ് വാല്യൂ ആണ്. സോ നമ്മൾ ആ 2 വാല്യൂസ് കൂടി നെഗറ്റീവ് ആക്കിയാലേ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 2 വാല്യൂസിൽ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 6 ആണല്ലേ. അപ്പോൾ 6ൻ്റെ സെല്ല്, ഓക്കെ, ദാറ്റ് ഈസ് C21 നമ്മൾ സെലക്ട് ചെയ്യും. C32 ആൻഡ് C21 ആണ് എന്ത്, പോസിറ്റീവ് വാല്യൂസ്. എല്ലാം നെഗറ്റീവ് ആയാലും നമുക്ക് ആ ഒപ്റ്റിമാലിറ്റി അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് ആകുന്ന വരെ വി ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദ പ്രോസസ്സ്. നമ്മൾ ആ 6 ഉള്ള സെല്ല് ചൂസ് ചെയ്തു, ദാറ്റ് ഈസ് C21. ഓക്കെ, നമ്മളതിൽ ഫസ്റ്റ് ഒരു ഡോട്ട് ഇട്ടു. അതാണ് നമ്മളെ ഇനീഷ്യൽ സെൽ. അതിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി പോവാം. വി ഹാവ് ടു ഫോം എ ലൂപ്പ്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. പക്ഷേ നമുക്കൊരിക്കലും ഒരു അൺഅലോക്കേറ്റഡ് നിന്ന് ഒരു അലൊക്കേഷനുള്ള സെല്ലിലേക്ക് പോവുക. അവിടുന്ന് നമുക്ക് എന്താണ് ടേൺ ചെയ്യാൻ പറ്റും. അലൊക്കേഷനുള്ള സെല്ലിലെത്താൽ നമുക്ക് ടേൺ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വി ആർ റീച്ച് അലൊക്കേഷൻ സെൽ. സോ നമ്മൾ ടേൺ ചെയ്യും. വിൽ ഗോ ടു എ നെക്സ്റ്റ് സെൽ ആൻഡ് വി വിൽ ടേക്ക് എ ടേൺ അഗെയിൻ. ഓക്കെ, ആൻഡ് വിൽ ഗോ ടു എ നെക്സ്റ്റ് സെൽ ആൻഡ് വിൽ ടേക്ക് എ ടേൺ അഗെയിൻ. ഇതാണ് ലൂപ്പിംഗ് എന്ന് പറയുക. ഇത് ഇപ്പോൾ ലൂപ്പിംഗ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ദ ലൂപ്പ് ഈസ് കംപ്ലീറ്റ് ആൻഡ് വി ഹാവ് ടു ടേക്ക് ദ അതർ കൈൻഡ് ഓഫ് വാല്യൂസ്. ഈ നമ്മൾ അലൊക്കേഷൻ ഇപ്പോൾ ലൂപ്പിങ്ങിൽ ഇല്ലാത്ത വാല്യൂസ് ഒന്നും ഒരിക്കലും ചേഞ്ചസ് വരില്ല. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെല്ലുണ്ട്. ആ സെല്ലിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്. നമ്മളതിന് പോസിറ്റീവ് വാല്യൂ കൊടുക്കും. നെക്സ്റ്റ് സെല്ലിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കും. അതിൻ്റെ നെക്സ്റ്റ് സെല്ലിൽ വീണ്ടും പോസിറ്റീവ് വാല്യൂ കൊടുക്കും. അതിൻ്റെ നെക്സ്റ്റ് സെല്ലിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കും. അങ്ങനെ ഈ 4 സെല്ലിൽ നമുക്ക് അലൊക്കേഷൻസ് 3 ഇടത്തിലുണ്ടല്ലേ. അപ്പോൾ ഇതിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, നെഗറ്റീവ് നമ്മൾ വാല്യൂ കൊടുക്കും. ഇതിൽ 2 നെഗറ്റീവ് വാല്യൂസ് ഉണ്ടല്ലേ. 2 നെഗറ്റീവ് സൈൻസ് വരുന്ന 2 എണ്ണത്തിലെ അലൊക്കേഷൻ 200 ആൻഡ് 250 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യും. സോ വി വിൽ ബി കമ്പയറിങ് ദാറ്റ് ആൻഡ് വി വിൽ ടേക്ക്
200, അതിലെ മിനിമം ആണ് 200. ആ 200 നമ്മൾ പ്ലസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്യും, മൈനസ് ഉള്ള സ്ഥലത്ത് നമ്മളത് കുറച്ച് കൊടുക്കും. ഓക്കെ, വിൽ സബ്സ്ട്രാക്ട് ഫ്രം വെയർ വി ഹാവ് നെഗറ്റീവ് സൈൻ. അങ്ങനെ ചെയ്യും. ബാക്കിയുള്ള അലൊക്കേഷൻസ് ഒന്നും ലൂപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് വോണ്ട് ചേഞ്ച്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഈ അലൊക്കേഷൻസ് ലൂപ്പിങ്ങിലില്ലാത്ത അലൊക്കേഷൻസൊക്കെ അതുപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, നമ്മളതുപോലെ തന്നെ എഴുതി വെച്ച് പുതിയ വരച്ചു. എന്നിട്ട് ബാക്കി വരുന്ന ഈ ചേഞ്ചസ് വരണം. നമ്മൾ ഈ 200 അവിടെ നിന്ന് കുറയ്ക്കണം. ഏത് നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് നിന്ന് 200 എല്ലാ സ്ഥലത്തു നിന്നും കുറയ്ക്കണം. പോസിറ്റീവ് വരുന്ന സെല്ലിൽ നമ്മൾ 200 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ ഫസ്റ്റ് സെല്ലിൽ 200 നമ്മൾ കുറയ്ക്കുമ്പോൾ അവിടെ അലൊക്കേഷൻ ഉണ്ടാവില്ല. സെക്കൻഡ് സെല്ലിൽ നമ്മൾ 250 ആവും. 50 കൂടെ ഇതിൽ ആഡ് ചെയ്യും. ഫസ്റ്റ് സെല്ലിൽ അലൊക്കേഷൻ ഇല്ല, സെക്കൻഡ് സെല്ലിൽ 250 ആവും. വി ആർ ആഡിങ് 200. ഓക്കെ, ആൻഡ് അടുത്ത സെല്ലിൽ 250 നമുക്ക് 200 കുറയ്ക്കണം, ബിക്കോസ് ഇറ്റ്സ് നെഗറ്റീവ്. നമുക്കവിടെ 50 അലൊക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ അടുത്ത സെല്ലിൽ നിന്ന് പോസിറ്റീവാണ്, അപ്പോൾ വി ഹാവ് ടു ആഡ് 200. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ അലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലൊക്കേഷനിൽ നമ്മൾ വീണ്ടും എന്താണ് അൺഅലൊക്കേറ്റഡ് ഈ സെയിം പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യണം. UI + VJ = CIJ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ UI, U2, ദാറ്റ് ഈസ് U1, U2, U3, V1, V2, V3, V4 ഈ വാല്യൂസ് വീണ്ടും കണ്ടുപിടിക്കണം. അങ്ങനെ വരുന്നതിൽ നെഗറ്റീവ് ഉണ്ടോ നോക്കണം. നെഗറ്റീവ് ഇല്ല എങ്കിൽ, എല്ലാ വാല്യൂസും നെഗറ്റീവ് അല്ല എങ്കിൽ വി ഹാവ് ടു അഗെയിൻ ക്യാരി ഓൺ വിത്ത് ദ പ്രോസസ്സ്. ഓക്കെ, നമ്മൾ U1ൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, U1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 0 കൊടുക്കും. ഇറ്റ്സ് ഹൗ വി സ്റ്റാർട്ട് ദ പ്രോബ്ലം. U2ൻ്റെ വാല്യൂ 5 കിട്ടി. V2 is 1. ഇങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നേരത്തെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ ചെയ്യും. ദെൻ അഗെയിൻ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ വി ഹാവ് ടു ഡു ദ ലൂപ്പിംഗ് അഗെയിൻ. എന്നിട്ട് വീണ്ടും ചെയ്യണം. ഇനി നേരത്തെ കണ്ടുപിടിച്ച പോലെ നമ്മൾ അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിൻ്റെ പെനാൽറ്റി വീണ്ടും കണ്ടുപിടിക്കണം. സോ നമുക്ക് അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള സെൽസിൻ്റെ ലിസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് C11 നമ്മൾ ആ സെയിം ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, നമ്മൾ ഓരോ സെല്ലിൻ്റെയും വാല്യൂ വീണ്ടും നമ്മൾ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ സെൽസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അലൊക്കേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഓരോ വാല്യൂസും യൂസിങ് ദ ഇക്വേഷൻ UI + VJ - CIJ. അങ്ങനെ വീണ്ടും ഓരോന്നിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം യൂസിങ് ദ സെയിം ഇക്വേഷൻ. സോ C11 ആണ് ഫസ്റ്റ് അൺഅലൊക്കേറ്റഡ് സെൽ. അപ്പോൾ അതിൻ്റെ വാല്യൂ വിൽ ബി 0 - 3 -3 itself. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് നമ്മൾ എഴുതി വെക്കുക ആൻഡ് കാൽക്കുലേറ്റ് ദ വാല്യൂസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഓരോന്നിൻ്റെയും ഓരോ അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള സെല്ലിൻ്റെയും വാല്യൂ. 0 - 3 -3 വിൽ ബി -6. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള ഓരോന്നിൻ്റെയും വാല്യൂസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. 0 + 0
minus 7 equal to minus 7. C14 0 minus 1 minus 4, that will be minus 5. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, 3 + 1 -3 = 1. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ നോക്കി. വി ഹാവ് 1 പോസിറ്റീവ് നമ്പർ അല്ലേ, ബാക്കിയെല്ലാം നെഗറ്റീവ്സായി. ഓക്കെ, സോ വി ഹാവ് ടു ഡു ദ തിങ് അഗെയിൻ വിത്ത് C32. നമ്മൾ വീണ്ടും C32 വെച്ചിട്ട് സെയിം പ്രോസസ്സ് അഗെയിൻ ചെയ്യണം. ഓക്കെ, C32 നമ്മൾ വീണ്ടും ലൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് വിൽ ബി, വിൽ ഗോ ടു നെക്സ്റ്റ് അലോക്കേറ്റഡ് സെൽ. ഡയഗണലി, വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി നമുക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് അലോക്കേറ്റഡ് സെല്ലിലേക്ക് പോകും. ദാറ്റ് ഈസ് 250. ദെൻ വി ടേക്ക് എ ടേൺ, ദാറ്റ് ഈസ് 100. അവിടെ നമ്മൾ വീണ്ടും അലൊക്കേഷനാണ്, അപ്പോൾ വീണ്ടും ടേൺ എടുക്കും. ദാറ്റ് ഈസ് 50. ദെൻ വി ടേക്ക് എ ടേൺ അഗെയിൻ. ഓക്കെ, സോ വി ഹാവ് എ കംപ്ലീറ്റ് ലൂപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇതിൽ മൈനസ് വാല്യൂസിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ദാറ്റ് ഈസ് 50 അല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെറിയ വാല്യൂ കിട്ടും. ഓക്കെ, എന്നിട്ട് ആ 50 വി ഹാവ് ടു പ്ലസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ആ 50 ആഡ് ചെയ്ത് കൊടുക്കണം. നെഗറ്റീവ് ഉള്ള സ്ഥലത്ത് നിന്ന് ആ 50 കുറച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പ്രോസസ്സ് അഗെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എന്താണ്, എല്ലാ വാല്യൂസും നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മൾ ഇത് ഒപ്റ്റിമാലിറ്റി റീച്ച് ചെയ്തെന്ന് പറയുക. ദെൻ വി ഫൈൻഡ് ദ സൊല്യൂഷൻ